ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നായിരുന്നു ഇത്താത്തൻ്റെ 9ാം മാസത്തിൽ വയറ് കാണൽ ചടങ്ങ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ഓരോ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ എന്തൊക്കെയെന്ന് വെച്ചാൽ മന്തി, കുറച്ച് പൊറാട്ട, വെള്ളയപ്പം, ചപ്പാത്തി, നൂൽപുട്ട്, പിന്നെ ബീഫ്, അൽഫാം, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി. അങ്ങനെ ഒരു വന്നപ്പം ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു കുറച്ച് പെട്ടി സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തേക്ക് കേട്ടോ. അപ്പോൾ ഓരോ ഭാഗത്തേക്ക് ഓരോ മോഡലാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, ഇതിൽ എന്താണുള്ളത് നോക്കാം. അപ്പം കുറേ ആൾക്കാരുണ്ട് കേട്ടോ. വീഡിയോൻ്റെ സൈഡിൽ അപ്പുറപ്പുറമൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം മൂത്തമ്മ, അമ്മച്ചിൻ്റെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ളവരൊക്കെ തിരിച്ചു പോയി. ഓല പോയപ്പോൾ ലേശം ലേറ്റ് ആയിട്ടുണ്ട്, രാത്രിയാണ് അവർ വന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ രാത്രിയാണ്. അതാ കുറച്ച് നേലുകളൊക്കെ കാണുന്നത്. അപ്പോൾ എന്താ നമ്മളെ പെട്ടിൻ്റെ ഉള്ളിൽ കുറേ ബേക്കറീസ് സാധനങ്ങളും തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പം ഒരുപാട് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ എന്താ നോക്കാം നമുക്ക് ഇതിലുള്ളത്. ഇത് കണ്ടിട്ട് ചിപ്സാണ് തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ വറുത്തയക്ക നമ്മൾ പറയാം ഇങ്ങോട്ടേക്ക്. ചിപ്സാണ്. പിന്നെ ഓറഞ്ച് ജാഗിരിയോ ജിലേബിയാണ് തോന്നുന്നുണ്ട്. ജിലേബി എന്നല്ലേ ഇതിന് പറയാം, ജിലേബി കേട്ടോ. പിന്നെന്താ വരുന്നത്, പിന്നെ കുറച്ച് കപ്പ് കേക്കാണ് കേട്ടോ. പല കളേഴ്സിലെ കപ്പ് കേക്കാണ് വരുന്നത്. നിങ്ങളൊക്കെ നാട്ടിലേക്ക് ഇതുപോലെ ചടങ്ങുണ്ടോ? എന്താ അവസ്ഥ? ഇതായിട്ടാണ് 2ാമത്തെ പെട്ടി. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, ഇതിലെന്താണുള്ളതെന്ന്. അപ്പം എന്തൊക്കെയാണ്, ഒരുപാട് ആൾക്കാർ, കുറേ മക്കൾസൊക്കെ ഉണ്ട് ചുറ്റും നോക്കുന്നത്. ഇത് കുറേ നൊസ്റ്റ് അടിക്കുന്ന സാധനങ്ങളാണ്. താത്തക്ക് ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസ് ആട്ടോ അതൊക്കെ. പലയൊക്കെ അതൊക്കെ കണ്ടറിഞ്ഞ് കൊടുത്തയച്ചാൽ തോന്നുന്നുണ്ട്. അത് കുറച്ച് അതിന് പേരെന്താ, കടലക്ക മുട്ടായി, തേൻ മുട്ടായി, ഇതെന്തേലും സാധനം, ഷോബാസ്, അങ്ങനെ പുളിമുട്ടായി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ആട്ടോ ഉള്ളത്. അതെന്താ കുറച്ച് വലിയ പാക്കറ്റാണല്ലോ. ഇതെന്താ മടക്ക് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലേക്ക്. ഇതിന് വേറെന്തോ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് മടക്കാണ്. പിന്നെന്താ അടുത്ത പാക്കറ്റ് നോക്കാം. അപ്പം ഓക്കെ, മിക്സർ കേട്ടോ. മിക്സർ. പിന്നെ ഇതിന് ലുക്കും ഭാവം കണ്ടിട്ട് അലുവയാണ് തോന്നുന്നുണ്ട്. അതെ, കറുത്ത അലുവയാണ്. എനിക്കിഷ്ടപ്പെട്ട അലുവ കേട്ടോ, കറുത്ത അലുവ. ഓക്കെ, ഇതെന്താ ലഡു മഞ്ഞ ലഡു അല്ലേ? ഓക്കെ, ലഡുവാണ്. പിന്നെ ഇതും അലുവ തന്നെ തോന്നുന്നുണ്ട്. കറുത്ത അലുവ കേട്ടോ, കറുത്ത അലുവയാണ്. പിന്നെന്താ, ഇതും അലുവാണ്. ഓക്കെ, വേറെന്താ? ഓക്കെ, അടുത്തത് പൊട്ടിച്ച് വെക്കാം. എന്താണെന്ന് നോക്കാം നമുക്ക്. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള വെച്ചിട്ട് കുറച്ചും കൂടി വലിപ്പമുള്ള പെട്ടിയുണ്ട്. ഇതിൽ എനിക്കൊന്നും തോന്നില്ല. ഓക്കെ, ഇത് കുറേ സോപ്പും പൊടി, സാബൂൺ, കംഫർട്ട്, ഉജാല, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, സോപ്പുകളൊക്കെ കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരൽ. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.